നമസ്കാരം. 100 മണിക്കൂർ കഴിഞ്ഞിട്ടും 3 മനുഷ്യജീവനുകൾ മണ്ണിലകപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടിട്ടും അത് കണ്ടെത്താൻ കഴിയാത്തത് അലംഭാവം എന്നല്ലാതെ മറ്റെന്താണ് അതിനെ വിളിക്കേണ്ടത്? കോഴിക്കോട് സ്വദേശി അർജുൻ ബെൽഗാമിൽ നിന്നും 25 ടൺ തടിയുമായിട്ട് ബെൻസ് ലോറിയിൽ കേരളത്തിലേക്ക് വരുന്ന വഴിയിൽ കർണാടകയിലെ ഷിരൂരിൽ വിശ്രമിക്കാനായിട്ട് വണ്ടി പാർക്ക് ചെയ്യുകയും വണ്ടിക്ക് മുകളിലേക്ക് മല ഇടിഞ്ഞു വീണ് വാഹനം പൂർണ്ണമായും മണ്ണിനടിയിൽ അകപ്പെടുകയും ചെയ്തു. ഏകദേശം ഇപ്പോൾ 100 മണിക്കൂറിന് ശേഷമായിട്ടും ആ വാഹനം കണ്ടെത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുവരെയായിട്ടും കാര്യമായി ശ്രമിച്ചിട്ടില്ല എന്നതാണ് ആ വാഹനത്തിന്റെ ഉടമയായ മനാഫ് ജനങ്ങളോട് പറയുന്നത്. എത്രയും വേഗം ആ മനുഷ്യജീവൻ, വാഹനത്തിൽ അകപ്പെട്ടിരിക്കുന്ന അർജുന്റെ ജീവൻ രക്ഷിക്കാൻ എത്രയും വേഗം നടപടികൾ എടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അർജുൻ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ അപകടത്തിലാണെന്നും മണ്ണിനടിയിലാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അവിടുത്തെ ജില്ലാ ഭരണകൂടമോ അവിടുത്തെ പോലീസ് മേധാവികളോ യാതൊരുവിധ നടപടിക്രമങ്ങളും പുരോഗമിപ്പിക്കാതെ എന്തുകൊണ്ടാണ് മന്ദഗതിയിലാക്കിയത് എന്ന് മനസ്സിലാകുന്നില്ല. കർണാടകത്തിലെ ജീവൻ്റെ വില, അവിടെ താമസിക്കുന്നവരുടെ അല്ലെങ്കിൽ അവിടെ എത്തുന്നവരുടെ ജീവൻ്റെ വില ഇത്ര മാത്രമേ ഉള്ളൂ എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കേരളത്തിലാണെങ്കിൽ എത്രമാത്രം ആ നാട്ടുകാരുൾപ്പെടെയുള്ള എല്ലാ ജനങ്ങളും അതുപോലെ തന്നെ മീഡിയ മാധ്യമങ്ങളെല്ലാം ഉൾപ്പെടെ പോലീസും സർവ്വ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ പരിശ്രമങ്ങളും ആ കാര്യത്തിലേക്ക് എല്ലാവിധ സംവിധാനങ്ങളും അവിടെ എത്തിക്കൊണ്ട് ആ ഏത് തരത്തിലുള്ള ജീവനാണെങ്കിൽ പോലും രക്ഷപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ എന്നും മുൻപന്തിയിലാണ്. അത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അർജുൻ ഉൾപ്പെടെയുള്ള എത്ര ജീവനുകളാണ് ഈ ഭൂമിക്കടിയിൽ, ഈ മണ്ണിൻ്റെ അടിയിലേക്ക് വന്ന് വീണതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ അവരെ ജീവനോടെയെങ്കിലും രക്ഷപ്പെടുത്താനോ അവരുടെ വാഹനങ്ങൾ കണ്ടെത്താനോ അവിടെയുള്ള ഗവൺമെൻറ്റിന് യാതൊരുവിധ താല്പര്യവുമില്ലാത്ത മട്ടിലായിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇവിടെ നിന്ന് പോയ അർജുൻ്റെ കുടുംബാദികളെയും അതോടൊപ്പം തന്നെ മീഡിയകളെയും കിലോമീറ്ററുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് എത്താൻ പോലും അവിടുത്തെ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ പോലീസും മേധാവികളും യാതൊരുവിധ ദാക്ഷിണ്യവും കൂടാതെ മാറ്റി നിർത്തിയായിരുന്നു. അവരെ ആ സ്ഥലത്തേക്ക് ഒരു തരത്തിലും അവർ അടുപ്പിക്കുന്നില്ലായിരുന്നു. പിന്നീട് അവിടുത്തെ എം എൽ എയുമായിട്ട് മീഡിയകളും അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ സംസ്ഥാന സർക്കാരും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ ആ MLA ആണ് അദ്ദേഹത്തിൻ്റെ റിസ്കിൽ ആ കുടുംബത്തിലെ ആൾക്കാരെയും അതോടൊപ്പം തന്നെ മീഡിയകളെയും ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. അതിനവിടെ വളരെയധികം അതിനുശേഷവും അവിടെ വളരെ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ആ പോലീസ് മേധാവിയും ജില്ലാ ഭരണകൂടവും ഇത് ഏതോ അവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുമെന്നുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന്. കാരണം 2-3 JCBയും 1-2 ടിപ്പർ ലോറിയും ഇട്ട് മണ്ണ് മാന്തി കഴിഞ്ഞാൽ ഈ ജീവൻ രക്ഷിക്കാൻ ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടുത്താനോ ഈ ജീവൻ രക്ഷിക്കാനോ സാധിക്കില്ല എന്ന് ഇവർക്ക് ബോധ്യമാവുകയായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ആ റോഡ് നന്നാക്കുന്ന കാര്യത്തിലായിരുന്നു അവിടുത്തെ ജില്ലാ ഭരണാധികാരികളും അതോടൊപ്പം തന്നെ പോലീസ് മേധാവികളും ശ്രദ്ധ തിരിച്ചത് എന്നതാണ്. ഹൈവേ റെഡിയാക്കുക എന്ന്, ഹൈവേ കിടക്കുന്ന മണ്ണാണ് മാറ്റിക്കൊണ്ടിരുന്നത്. അവിടുത്തെ സ്ഥലം MLA നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇവരോടൊപ്പം സഹകരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സ്ഥലത്ത് വന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇന്ന് എന്തെല്ലാം സഹായങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് അവർ ചോദിച്ചിട്ട് ആ കുടുംബാദികളുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ മിലിറ്ററി ഇറക്കാനുള്ള സംവിധാനം ചെയ്തു തരണമെന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അതെല്ലാം ചെയ്തു കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നേതായാലും അർജുനെയും മറ്റ് മണ്ണിനടിയിലാകപ്പെട്ട എല്ലാവരെയും കണ്ടെത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എല്ലാവർക്കും. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ മിലിറ്ററി അവിടെ വന്നിറങ്ങുകയും അവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഏകോപിപ്പിച്ച് എത്രയും വേഗം അർജുനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട
KC വേണുഗോപാൽ എന്നിവരൊക്കെ ആയിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും MLAയുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്നതും. ഈ കാര്യത്തിൽ നമുക്ക് അദ്ദേഹം എല്ലാവിധ സഹായവും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥനയും അർജുനുണ്ട്. നമുക്ക് പ്രത്യാശയോടെ അർജുൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കാം.